എനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് പുളി ഒഴിച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാവയ്ക്ക കൊണ്ടുള്ള പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. വേറെയും കുറേ പച്ചക്കറികളും ധാന്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ പുളിങ്കറി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. ഇപ്പം നമുക്ക് പാവയ്ക്ക കൊണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വളരെ കുറച്ച് പാവയ്ക്ക എടുത്തിട്ടുള്ളൂ. ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചാലോ കുട്ടികൾ കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അധികം എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാളയും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കയ്പ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പിന്നെ കുറച്ച് ബാക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പാവയ്ക്ക പുളി ഒഴിച്ചിട്ടാകുമ്പോൾ കുറച്ച് മുളകൊക്കെ കൂടുതലിടാം കേട്ടോ. ഇത്രയും തന്നെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളത് എടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ തിളച്ചതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന പാവയ്ക്കും സവാളയും കൂടെ വഴറ്റി വെച്ചില്ലായിരുന്നു, അതും കൂടെ ചേർത്ത് ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ തേങ്ങയും ജീരകവും കൂടെ മാത്രമാണ് അരച്ചിരിക്കുന്നത്. ആ തേങ്ങയും ജീരകവും കൂടെ അരച്ചതും ആവശ്യത്തിന് വെള്ളം, എത്രത്തോളം വെള്ളം വേണമെന്ന് നോക്കി ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതും ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തേങ്ങ തിളച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ശ്രദ്ധിക്കണം, തിളച്ച് പൊങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എത്രയുള്ളൂ, നമ്മുടെ പാവയ്ക്ക പുളിങ്കറി റെഡിയായി.